ഹലോ, ഇത് നമ്മുടെ അഗ്ലോണിമയുടെ റോട്ടണ്ടം എന്ന് പറഞ്ഞിട്ടൊരു വെറൈറ്റിയാണ്. നല്ല രസമാണ് ഇത് കാണാനായിട്ട്. അപ്പം എനിക്കിപ്പോൾ ഞാനൊരു പ്ലാന്റ് വാങ്ങിച്ചതാണ്. അപ്പോൾ ഈ പ്ലാന്റ് വാങ്ങിച്ചപ്പോൾ നല്ല ബുഷിയായിട്ടിരിക്കുമായിരുന്നു പ്ലാന്റ്. ഇപ്പോൾ ദേ നോക്കിയപ്പോൾ ഒരു 5-6 ഷൂട്ട്സൊക്കെ വന്നിട്ടുണ്ട് ഇതിന്. അപ്പം റെയർ പ്ലാന്റ് ആണ്. ഇപ്പോൾ എല്ലായിടത്തും കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിതിൻ്റെ ഷൂട്ട്സൊക്കെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പം ഞാൻ ആദ്യമേ തന്നെ ഇത് വെള്ളത്തിലൊന്ന് നല്ലപോലെ കഴുകിയെടുത്ത്, കാരണം മണ്ണുള്ളപ്പോൾ നമുക്ക് കറക്റ്റ് കാണാൻ പറ്റത്തില്ല ഷൂട്ട്സ്. അങ്ങനെ ഞങ്ങൾ വെള്ളത്തിൽ കഴുകിയിട്ട് ചെറുതായിട്ട് നമുക്ക് കൈ വെച്ച് ഒടിക്കാൻ പറ്റുന്നതാണെങ്കിൽ ചെറിയ തണ്ട് കേട്ടോ, ചെറിയ തണ്ടായതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചെറിയൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ ഇളകി ഇളകി വരും വേരോട് കൂടി. അപ്പം നമ്മൾ പ്രത്യേകിച്ച് ബ്ലേഡൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. പക്ഷേ അവസാനം ഞാൻ ഇതിൻ്റെ വലിയ തണ്ട് മുറിക്കാനായിട്ട് ചെറിയൊരു ഷാർപ്പായിട്ടുള്ളൊരു ബ്ലേഡ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നേ. നമ്മളിത് എപ്പോഴും ചെയ്താലും നമ്മുടെ ആൻറ്റി ഫംഗലായിട്ടുള്ള സാഫ് അപ്ലൈ ചെയ്തിട്ടേ നമ്മളിത് പോട്ട് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ ഇതിൻ്റെ പോട്ട് മിക്സായിട്ട് നമ്മളെടുക്കുന്നത് ഇവിടെ ഗാർഡൻ സോയിലാണ്. ചുമന്ന കളറിലുള്ള ഗാർഡൻ സോയിലും ഇപ്പം 4:1 എന്നുള്ള റേഷ്യോയിലാണ് ചകിരിച്ചോറും, പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് പെർലൈറ്റ്, കുറച്ച് ചാർക്കോളിൻ്റെ പീസസ്, ഇതൊക്കെ നമ്മളൊരു മിക്സായിട്ട് എടുത്തിട്ടാണ് ഇവിടെ നമ്മൾ അഗ്ലോണിമ പോട്ട് ചെയ്യുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഈ സാഫ് തന്നെ നമ്മൾ ഒന്ന് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഇടയ്ക്ക് ഒരു 10-15 ദിവസം കൂടുമ്പോൾ നമ്മളിത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സാഫ്. അല്ലെങ്കിൽ അഗ്ലോണിമയുടെ വേരൊക്കെ ഭയങ്കര ഡെലിക്കേറ്റഡ് ആയതുകൊണ്ട് അഴുകിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളിവിടെ പോട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 6 തൈയോളം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ചെറിയൊരു അഗ്ലോണിമ തന്നെ. നമ്മൾ സ്വന്തമായിട്ട് ഗാർഡനേഴ്സ് നടത്തുമ്പോൾ ഒരു തൈയെങ്കിലും നമ്മൾ കിളിപ്പിച്ചെടുക്കണമല്ലോ ഇങ്ങനെയുള്ള വെറൈറ്റീസൊക്കെ കിട്ടുമ്പോഴത്തേക്ക്. അങ്ങനെ ചെയ്തതാണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.